അപ്പൊ സുഹൃത്തുക്കളെ, ഇവർ ചൊല്ലുന്ന സ്വലാത്ത് തന്നെ എന്തിനാണ്? റിയായിന് വേണ്ടി. ഇനി സ്വലാത്ത് മജ്ലിസ് എന്നും പറഞ്ഞിട്ട് ഇല്ലാത്ത സ്വലാത്ത് എണ്ണമൊക്കെ പറഞ്ഞ് അതിന്റെ പോരിശയും പറഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ചെയ്യുന്നതോ അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. നബിയേ എന്നെ രക്ഷിക്കണേ, നബിയേ ഞങ്ങളെ കാണുന്നില്ലേ, നബിയേ നേരിട്ട് വരണേ എന്നൊക്കെ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് തേടുകയാണ്. സ്വലാത്താന്നും പറയാ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി അല്ലാഹുവിനോട് തേടലാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് വേണ്ടി നബിയേ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇവര് സ്വലാത്ത് മജ്ലിസ് ഉണ്ടാക്കിയതോ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ സദസ്സിൽ പണ്ട് നബിയോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ്. ആ ഭാഗം 2 സ്ഥലങ്ങളിൽ ഇവർ ചെയ്തിട്ടുണ്ട്. ആ 2 ഭാഗവും നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സമൂഹം പലരും പറയാറുണ്ട് ഞങ്ങൾ നബിയോട് തേടുന്നവരല്ല, നബിയുടെ ഹക്ക് ജാഹ് പറയാറാണ്, ഞങ്ങൾ റസൂലുള്ളാഹിനോട് വിളിച്ച് തേടുന്നവരല്ല, പ്രാർത്ഥിക്കുന്നവരല്ല എന്ന് പറയാറുണ്ട്. ആ രംഗം നിങ്ങൾ കാണുക. വളരെ ഖേദകരമായ ഒരവസ്ഥയാണ് ഈ സമൂഹത്തിൽ. ഇത് മൂലം സദസ്സുകളിൽ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച സംഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടുത്തേക്ക് ഞങ്ങളെ കറുത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് വയാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ. അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാഹ്, വെറുതെ ആക്കല്ല നബിയേ. അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ. അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള റസൂലല്ലാഹ് അത്തരം രൂപത്തിലുള്ള ഒരു ജീവിതമോ ഒരു വീടോ കുടുംബമോ നീ കൊടുക്കല്ലേ റബ്ബേ. സന്തോഷമുള്ള ജീവിതമോ കുടുംബമോ മക്കളെ നീ കൊടുക്കണേ യാ സയ്യിദനാ യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്. മരിക്കുന്നതിന് മുമ്പായി അവിടുത്തെ കാണിക്കണേ നബിയേ, അവിടുത്തെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിക്കണേ യാ റസൂലല്ലാഹ്. അവിടുത്തെ പൂമുഖം കാണിക്കണേ നബിയേ, അവിടുത്തെ താമരപ്പൂവിന്റെ ലങ്കലുള്ള മുഖം കാണാൻ ആഗ്രഹിച്ചവരാണ്, അത് കൊതിച്ചവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് യാ റസൂലല്ലാഹ്. അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങൾ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ. ഇവിടെ സഹായിച്ച എല്ലാവർക്കും അതിന്റെ തൗഫീഖ് കൊടുക്കണേ റസൂലല്ലാഹ്. ഞങ്ങളെ വാക്കിലേരകളെ പ്രവൃത്തിയിലേരകളെ സദസ്സിലോ മജ്ലിസിലോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ നബിയേ. ഞങ്ങൾക്ക് കൊടുക്കണേ യാ റസൂലല്ലാഹ്. നാളെ ആഖിറത്തിൽ വരുമ്പോ ഇത് വലിയ മുതൽക്കൂട്ടായി അവിടുത്തെ ചാരത്ത് വന്നടയാനുള്ള മഹാഭാഗ്യമായി അതിനൊതുങ്ങുന്ന സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്നും ഇതൊക്കെ സ്വീകരിക്കണേ നബിയേ. അവിടുന്ന് ആട്ടി ഓടിക്കുന്ന വിഭാഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ റസൂലല്ലാഹ്. അവിടുന്ന് ആരധിക്കരിച്ചാൽ ആരവിടുന്ന് വേണ്ടാത്തരം പറഞ്ഞാൽ അതൊന്നും ഞങ്ങളെ ചെവി കൊണ്ട് കേൾപ്പിക്കല്ലേ നബിയേ. അവിടുത്തോട് അതിനറ്റ മഹബ്ബത്ത് വെക്കാൻ അവിടുത്തെ അവിടുത്തെ ചെരുപ്പെടുത്ത് നീരിനഹ്മത്ത് ചെയ്തവരാണെങ്കിൽ അവിടുത്തേക്ക് അതുപോലെ ചെയ്യാൻ ഞങ്ങൾ യോഗ്യരല്ല നബിയേ. സാധുക്കളായ ഞങ്ങൾ ഈ പങ്കെടുക്കുന്ന മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കണേ നബിയേ. അവിടുത്തെ നോട്ടമുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ നബിയേ. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മജ്ലിസും ഞങ്ങൾക്ക് നൽകല്ലേ നബിയേ. അവിടുന്ന് നേരിട്ട് വന്നു ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നൽകണേ യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. മദീനത്ത് കിടക്കുന്ന തങ്ങളെ
സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്. ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്. ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്. ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്. വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെൺമക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്. എത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ തങ്ങള്. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്. ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാവികളാണ് തങ്ങള്. പാവങ്ങളൊക്കെ അള്ള പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, സഹായിക്കണം തങ്ങള്, കൈപിടിച്ച് രക്ഷിക്കണം തങ്ങള്. ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്. ഉമ്മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങള്. ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങള്. കരുണയുടെ നോട്ടം വേണം തങ്ങള്, അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്. ഞങ്ങൾ ഹായിബാക്കല്ല തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം തങ്ങള്. അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്. ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്. മുത്തീങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്. ഞങ്ങൾ ഉമ്മയായ തങ്ങള്, ഉപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്. ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്. വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്. അതിന്റെ പ്രതിഫലം വേണം തങ്ങള്. 1000 മാസവും വേണം തങ്ങള്. അതിനൊന്നും കുറയരുത് തങ്ങള്. ഞങ്ങൾക്ക് വേണം തങ്ങള്. സാധുക്കളാണ് തങ്ങള്. ദുഃഖിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം തങ്ങള്. ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്. മുത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്. സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്. കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്. പൂർണ്ണചന്ദ്രൻ 2 പിളർപ്പാക്കിയ തങ്ങള്. മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്. ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്. റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്. സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്. കൈവടിയല്ല തങ്ങള്. സാധുക്കളാണ് തങ്ങള്. രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്. അത് വലിയ വളർമയുള്ള തങ്ങള്, അല്ലാഹ് സ്നേഹിച്ച തങ്ങള്, ഔദാര്യപടയ തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്. തങ്ങള്, അവരുടെ തങ്ങള്. അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്. ആദികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്. രക്ഷപ്പെടുത്തണ തങ്ങള്, ഞങ്ങളെ രക്ഷപ്പെടുത്തണ. ശ്രദ്ധിച്ചില്ലേ സുഹൃത്തുക്കളെ? നമ്മൾ സാധാരണ പറയുമ്പോ അവർ പറയും ഞങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കുന്നില്ല, ഞങ്ങൾ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. ഇവിടെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാ, നബിയേ നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ? നേരിട്ട് ഞങ്ങളെ വന്ന് സഹായിക്കണേ, പാപം പൊറുക്കണേ, മാപ്പാക്കണേ, പരലോകത്തുനിന്ന് ഹൗദുൽ കൗസറിന് വെള്ളം തരണേ, ആട്ടിയോടിക്കല്ലേ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ചു തേടുന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് കൽപ്പിച്ച വാചകം അതാ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറയുന്നു, ഖുൽ നബിയേ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിൽ നിന്നുകൊണ്ട് ഓ നബിയേ മാഷാ അല്ലാഹു വശിഇത, അള്ളയും നിങ്ങളും ഉദ്ദേശിച്ചതുപോലെ നടക്കും എന്നൊരു സ്വഹാബി പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, അജഅൽതനീ ലില്ലാഹി നിദ്ദാ, അല്ലാഹുവിനെ എന്നെ പങ്കുകാരനാക്കുകയാണോ? നീ അല്ലാഹുവിനെ എന്നെ സമനാക്കുകയാണോ? അല്ലാഹുവിന്റെ റസൂലെ അള്ളയും നിങ്ങളും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്തിയില്ലേ? ആ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട്
സ്വലാത്തിന്റെ മജ്ലിസ് എന്ന പേരിൽ മജ്ലിസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അട്ടഹസിച്ചുകൊണ്ട് നബിയേ റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് തേടുന്ന ഈ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ? ബദരീങ്ങൾ പഠിപ്പിച്ചതാണോ? വഹദീങ്ങൾ പഠിപ്പിച്ചതാണോ? സഹാബത്തിന് ആർക്കെങ്കിലും പരിചയമുണ്ടോ? സുഹൃത്തുക്കളെ, ഇല്ല. ഇങ്ങനെ റസൂലുള്ളാഹിനോട് നേരിട്ട് ഇവർ പ്രാർത്ഥിക്കുകയാണ്. അതേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.